ഇപ്പോൾ നമ്മുടെ ഒരു ട്രെൻഡാണ് പ്ലസ് ടുവിന് ശേഷം ഒരു AI കോഴ്സിന് വേണ്ടി പോവുക. AI ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സമയത്താണുള്ളത്. അപ്പോൾ നമ്മൾ കോളേജിലൊന്നും പോകേണ്ട ആവശ്യമില്ല, നമ്മളൊന്ന് അപ്സ്കിൽ ചെയ്താൽ മതി, AIയിൽ അപ്സ്കിൽ ചെയ്താൽ മതി എന്നാണ് പൊതുവെ പറയാറുള്ളത്. പക്ഷേ പല ആളുകൾക്കും AIയിൽ അപ്സ്കിൽ ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ് എന്ന് പല ആളുകൾക്കും അറിയില്ല. കാരണം എന്താ, ഈ AI എന്നുള്ളത് അൾട്ടിമേറ്റ്ലി വർക്ക് ചെയ്യുന്നത് ഡാറ്റയെ ബേസ് ചെയ്തിട്ടാണ്. ഒരു മോഡലിനെ നമ്മൾ ഡാറ്റ വെച്ച് ട്രെയിൻ ചെയ്യുന്നു. ഈ ഡാറ്റ വെച്ച് ട്രെയിൻ ചെയ്തിട്ട് അതിൽ നിന്ന്, ആ ഡാറ്റയിൽ നിന്ന് പാറ്റേൺസ് കണ്ടെത്തുന്നു. ഇതാണ് അൾട്ടിമേറ്റ്ലി ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിസ്റ്റം ചെയ്യുന്ന കാര്യം എന്നുള്ളത്. ഇവിടെ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഡീപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല മാത്തമാറ്റിക്കൽ നോളജ് വേണം. കാരണം ഈ ഡാറ്റ എന്നുള്ളത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ആ ഡാറ്റ അതിൽ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രധാനമാണ്. അതേപോലെ തന്നെ ഈ ഡാറ്റയെ ഹാൻഡിൽ ചെയ്യുന്ന മോഡൽസിൽ മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ, ലീനിയർ ആൾജിബ്ര, അതേപോലെ തന്നെ പ്രോബബിലിറ്റി, കാൽക്കുലസ് എന്ന് തുടങ്ങിയ ഡിഫറൻ്റ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ്സും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കൊരു പ്രോബ്ലി ഒരു പ്ലസ് ടു ബേസിൽ മാത്രം ചെയ്യാവുന്ന ഒരു കാര്യമല്ല ആക്ച്വലി AIയിൽ കുറച്ചുകൂടി ഡീപ്പ് ടെക്കിൽ വർക്ക് ചെയ്യുക എന്നുള്ളത്. പ്രോബ്ലി നമുക്ക് ഇത് പ്രോംപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ സാധിക്കുമായിരിക്കും. പക്ഷേ അതൊന്നും ഒരു ഹൈലി വാല്യൂഡ് സ്കില്ലാവും എന്ന് തോന്നുന്നില്ല. കാരണം അങ്ങനെ ചെയ്യാവുന്ന ഒരുപാട് ആളുകൾ ഈ ലോകത്തുണ്ടാവും. ഒരു ഹൈലി വാല്യൂഡ് സ്കില്ല് നിങ്ങൾ AIയിൽ ഏൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഡൊമൈനിൽ നിങ്ങൾക്ക് നോളജ് വളരെ അത്യാവശ്യമാണ്. ആ സ്പെസിഫിക് ഡൊമൈനിൽ നിങ്ങൾക്ക് എങ്ങനെ AI അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അതിൽ നിങ്ങൾ ഡിഗ്രിക്ക് തന്നെ പോകണം നിർബന്ധമില്ല. പക്ഷേ ഇൻഫോർമൽ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ലൊരു ഡൊമൈൻ നോളജ് ഒരു പെർട്ടിക്കുലർ വിഷയത്തിൽ നിങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ്. അതിന് എസ്പെഷ്യലി നല്ലത് നിങ്ങൾ BTechന് പോകുന്നതാണ്. BTech കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് എല്ലാം നിങ്ങൾ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ കൂടെ നിങ്ങൾ AIയിൽ കൂടി അപ്സ്കിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് അപ്ലിക്കേഷൻസ് കണ്ടെത്താൻ സാധിക്കും. ഇനി അതല്ല, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഡോക്ടർ ആകാൻ പോകുന്നു. ഇന്ന് AIയുടെ കൂടെ വർക്ക് ചെയ്യേണ്ട ഡോക്ടേഴ്സിന് അത്യാവശ്യമുണ്ട്. അപ്പോൾ ഒരു ഡോക്ടർ AIയിൽ അപ്സ്കിൽ ചെയ്യപ്പെട്ടാൽ, ഒരു ലിംഗ്വിസ്റ്റിക്സ് പഠിച്ച ഒരാൾ AIയിൽ അപ്സ്കിൽ ചെയ്യപ്പെട്ടാൽ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് പോലെയുള്ള കാര്യങ്ങളിൽ അയാൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള സാധ്യതകൾ കൂടുതലാണ്. ഒരു പ്ലസ് ടുവിന് ശേഷം നേരെ ഒരു AI എഞ്ചിനീയർ ആവാം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും വിശ്വസനീയമായിട്ടുള്ളൊരു കാര്യമല്ല, അതൊരിക്കലും പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മളൊരു ഡൊമൈൻ നോളജ് എക്സ്പെർട്ടീസ് ബിൽഡ് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ അതിൻ്റെ കൂടെയാണ് നമ്മൾ AIയിൽ ഒരു എക്സ്പെർട്ടീസ് ബിൽഡ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങളുടെ മക്കൾ സയൻസിലും മാത്സിലും മിടുക്കരാണോ? അവർ IITസിലും എയിംസിലും ജിപ്മറിലും IIScയിലും ഐസറിലും എല്ലാം പോയി പഠിക്കണം എന്ന് സ്വപ്നം കാണുന്നുണ്ടോ? എങ്കിൽ 6 മുതൽ 10 വരെ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായിട്ട് X&Y ലേണിംഗ് ഒരു എക്സ്ക്ലൂസീവ് ഫൗണ്ടേഷൻ പ്രോഗ്രാം ഒരുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 11th സ്റ്റാൻഡേർഡ് വിദ്യാർത്ഥികൾക്കായിട്ട് ഓൺലൈൻ JEE പ്രോഗ്രാമും. ക്ലാസ്സുകൾ എടുക്കുന്നത് IITians-ഉം ഡോക്ടേഴ്സും NITians-ഉം അടങ്ങുന്ന ഒരു അടിപൊളി ടീമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെയുള്ള ലിങ്കിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ കരിയർ കണക്റ്റിൻ്റെ അടുത്ത എപ്പിസോഡുകളിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ട ചോദ്യങ്ങൾ ഞങ്ങൾക്ക് അയക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ X&Y കരിയർ കണക്ട് കമ്മ്യൂണിറ്റിയിൽ അംഗമാവുക. ലിങ്ക് താഴെ നൽകുന്നുണ്ട്.